യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം അവിടുന്ന് 4 വായനകളിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുന്നു. 3-ാമത്തെ വായനയിൽ 1 യോഹന്നാൻ 1:7 ദൈവം പ്രകാശമായതുകൊണ്ട് അവിടുന്ന് വിശ്വസിക്കുന്ന നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് സ്നേഹത്തിലും കൂട്ടായ്മയിലും കഴിയാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നു. 1 യോഹന്നാൻ 2:11 പറയുന്നുണ്ട്, സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ് കഴിയുന്നതെന്ന്. 1-ാമത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ അസൂയ കൊണ്ട് അന്ധത ബാധിച്ച കായൻ ആബേലിനെ വധിക്കുകയാണ്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം വായന തന്നെ വധിക്കാൻ ശ്രമിച്ച അന്ധത ബാധിച്ച സാവൂളിനെ ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടിയിട്ട് പോലും കൊല്ലാതെ വിട്ട ദാവീദിന്റെ ഉള്ളിലെ പ്രകാശം നമ്മൾ കാണുന്നു. 4-ാമത്തെ വായനയിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ യേശുവിന്റെ പക്കൽ കൊണ്ടുവരുന്നവരാണ്. വ്യഭിചാരത്തിൽ കൂടെ ഉണ്ടായിരുന്നവനെ സ്വതന്ത്രനാക്കിയിട്ട് സ്ത്രീയെ മാത്രം വധിക്കാൻ ശ്രമിക്കുന്ന അന്ധത അവരിൽ വ്യാപിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിലും ചിലപ്പോൾ ഈ അന്ധതയുണ്ട്. പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്തി നമുക്കിഷ്ടമില്ലാത്തവരെ മാത്രം കുറ്റം വിധിക്കുന്ന അന്ധത. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.